മരണകാരണം വിഷബാധ, ഇഞ്ചക്ഷൻ വഴി. കേരളീയം ചാനലിൽ പോയി നിങ്ങൾ പോയി കാണണം, ഉറപ്പായിട്ട് കണ്ട് ഞാൻ ഡീറ്റെയിൽ കംപ്ലീറ്റ് വരെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കും. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ പറയുന്ന അത്രയും മൃഗീയമായിട്ടുള്ള അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ രണ്ട് കൊച്ചു കുട്ടികളെയും ഈ പറയുന്ന അതാണ് ഈ ജിസ്മോളെയും അവർ ചെയ്തത്. കൊന്നു തള്ളിയതാണ്. ആരല്ല, ഈ ഭർത്താവ് തന്നെയായിരിക്കും, മറ്റാരാണ്? ഇവർ ബലമായിട്ട് അവളെ പിടിച്ചു വെച്ച് ബലമായിട്ട് കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്തേക്കുന്നത്, ബലമായിട്ട് ഈ പറയുന്ന ഹാർപ്പിക്ക് പോലുള്ള സാധനങ്ങൾ കുടിപ്പിച്ചതായിട്ട്. ഹാർപ്പിക്ക് കുടിച്ചാണ് ഇവള് മരണപ്പെട്ടത്, വിഷം കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹാർപ്പിക്കൊക്കെ ഇവര് തന്നെ കൊണ്ടിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഫാനിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കിയിട്ടുണ്ട്, പലതരത്തിൽ കൊല്ലാൻ വേണ്ടി നോക്കി. അവസാനം എന്ത് ചെയ്തു? ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്നു. ഞാൻ അന്നേ പറയുന്നു, അന്നല്ല ഇത് മരിച്ചതെന്ന്. ഞാൻ മുമ്പേ പറയുന്നത് മരിച്ചത് അന്നല്ല എന്നാണ്. ആ പറയുന്ന ലാസ്റ്റ് വിളിച്ച ഈ പറയുന്ന വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയിലെ മരിച്ചത്, അതായത് ശനിയാഴ്ച എന്തോണ് ഈ ലാസ്റ്റ് അച്ഛൻ എന്തോ വിളിച്ചത്. അതിനുശേഷം ഇവളെ അറിയില്ല. അതായത് ഞായറാഴ്ച എന്തോ ഇത് മരണപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ച മരണപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പിന്നീട് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ മരണപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന ചൊവ്വാഴ്ച കൊണ്ട് ഇവരെന്തോ അവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നു. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ വരാത്തത്. പൊട്ടന്മാരെല്ലാം ഈ പറയുന്ന മനുഷ്യരെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്തായാലും ഇത് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ ഒരു ക്രൂര പിന്നീട് എന്താണ് ഈ കൊലപാതകം പുറത്തു വന്നിരിക്കും. ഇതിനപ്പുറം എന്ത് തെളിവിടെ വേണ്ടത്? ഇതിനപ്പുറം ഒരു തെളിവും വേണ്ട. ഇതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകം തന്നെയെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, മനസ്സിലായി? എന്നിട്ട് ഞാൻ കരുതി ഇത് മുങ്ങിപ്പോകുന്ന കരുതിയത്, ഇത് അവരുടെ പണക്കൊഴുപ്പിന്റെ പേരിൽ മുങ്ങിപ്പോകും. പക്ഷേ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർക്ക് കൈ കടത്താൻ സാധിച്ചില്ല. അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പോലീസിന്റെ കൈ കിട്ടിയിട്ടും ആഴ്ചകളായി. നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ട് അവർ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഉത്തരം ഒന്ന് തന്നെയാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒത്തുകളിച്ച ഒരു മരണമാണ്, ഒത്തുകളിച്ച് കൊന്നു തള്ളിയതാണ്. എന്തായാലും ദൈവം എന്ന് പറയുന്ന ഒരാളെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് ആ രണ്ട് പൊടി കുട്ടികളെയും ആ പറയുന്ന ജിസ്മോളെയും ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിന്റെ ആ പറയുന്ന രേഖകൾ ഇപ്പൊ പുറത്തു വന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇതിന്റെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് വീണ്ടും കൂടുതൽ വീഡിയോസ് ഇടും. നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.